വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതാരാ വന്ന പടച്ചോനെ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഏറ്റവും വലിയ ആഗ്രഹമാണ്, എനിക്ക് നല്ല ഇഷ്ടം എൻ്റെ മുത്ത് നബിനെ കാണാൻ. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹയ വബിക നമൂത് വഇലൈക്കൽ മസീർ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖിക് വറിളാ നഫ്സി വദിനത അർശി വമിദാദ കലിമാതി. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി സറഫത ഐനിൻ അബദാ. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രികീൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി സറഫത ഐനിൻ അബദാ. 7 വയസ്സായ നിന്നിൽ നിന്ന് എനിക്ക് കുറെ പഠിക്കാനുണ്ട് കേട്ടോ. മോളെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഒരു കൊച്ചു വീടിന് വേണ്ടിയിട്ടല്ലേ മോള് ദുആ ചെയ്യുന്നത്. ഉംറക്ക് പോകാനും റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി സലാം കൊടുക്കാനുമല്ലേ മോള് ദുആ ചെയ്യുന്നത്. ആ ദുആ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നടക്കും കേട്ടോ. ദുആ ചെയ്യണം നമുക്കൊക്കെ വേണ്ടി കേട്ടോ. ഇനി ഒന്നിനും സങ്കടപ്പെടരുത്. എന്താവശ്യമുണ്ട് എന്നെ വിളിക്കണം കേട്ടോ. എന്തിനും എന്നെ വിളിച്ചു കേട്ടാ. മോള് വിളി. ഫാത്തിമ അഷ്ന അല്ലേ? എത്രയല്ല പഠിക്കുന്നത്? ഈ വർഷം ഫസ്റ്റില്, ഇനി അടുത്ത വർഷം 2ലേക്ക് അല്ലേ? ഈ വരുന്ന വർഷം 2ലേക്ക് അല്ലേ? നന്നായി പഠിക്കാറുണ്ടോ? നന്നായി പഠിക്കാറുണ്ട്. എന്താ മോളെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ? എനിക്കൊരു വീടാവണം, പിന്നെ ഒരു വീടായിട്ട് വേണം എനിക്ക് ഉംറക്ക് പോവാൻ. ഉംറക്ക് പോവാൻ ആഗ്രഹമുണ്ടോ? ഏത് സമയവും റസൂലുള്ളാഹിനെ ഓർത്ത് നടക്കല എൻ്റെ മോള് പതിവ് എന്ന് ഉപ്പ പറഞ്ഞു. സത്യാണോ? അതെന്താ ഇങ്ങനെ? അതെനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്. എനിക്ക് നല്ല ഇഷ്ടം എൻ്റെ മുത്ത് നബിനെ കാണാൻ. മുത്ത് നബിനെ കാണാൻ അത്രക്ക് ഇഷ്ടമുണ്ട്. മദീനത്ത് പോണം, മക്കത്ത് പോണം അല്ലേ? അത്രക്ക് ആഗ്രഹമുണ്ട്. അതെ അല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ. മോളെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും കേട്ടോ. മോള് നമുക്ക് ആമീൻ. മോള് നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യൂലേ അല്ലേ? എങ്ങനെ സ്കൂളിലെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നല്ല സൂപ്പറാണ്. സൂപ്പറാണ്. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാ? എല്ലാ വിഷയവും ഇഷ്ടം. എന്നാലും ഏറ്റവും ഒരു താല്പര്യം ഏതിനോടാ? എല്ലാ വിഷയത്തിനും ഇഷ്ടം. ഒരു കുഞ്ഞു വീടിന് വേണ്ടിട്ട് ആഗ്രഹം അല്ലേ? അതെന്താ ഇങ്ങനെ കുഞ്ഞു വീടിന് വേണ്ടി ആഗ്രഹം? അത് നമ്മളിങ്ങനെ വാടക കൊടുത്ത് അല്ലേ? വിഷമല്ലേ? ഒരു കുഞ്ഞു വീട് വേണം. മുത്ത് റസൂലുള്ളാഹിനെ മദീനത്ത് പോയി കാണണം അല്ലേ? അതാ ഏറ്റവും വലിയ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എല്ലാ ആഗ്രഹവും മോളെ നടക്കും കേട്ടോ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഈ വർഷത്തെ നോമ്പൊക്കെ എടുത്തിട്ടുണ്ടോ? എത്ര നോമ്പെടുത്ത്? 24 നോമ്പെടുത്ത്. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. സ്കൂളിൽ എല്ലാ ദിവസവും പോവാറുണ്ടോ? സ്കൂളിൽ പോകുന്നതിന് മുന്നേ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്? മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. ഇതിനപ്പുറം എന്താ കേൾക്കണ്ടേ? ഇതിനപ്പുറം എന്താ കേൾക്കണ്ടേ? രാവിലെ എഴുന്നേറ്റ് പാട് മോളെന്നാ ചെയ്യല്? തഹജ്ജുദ് നിസ്കരിക്കൂ. മാഷാ അല്ലാ മാഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ ഓതും, അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാ പ്രാർത്ഥിക്കാറ്? അത് ഞാൻ പറഞ്ഞുതരൂല. അത് ഞാനും
പഠിച്ചവനുള്ളായിട്ടുള്ള സ്വകാര്യം. ഇനി പഠിച്ചു തമ്മിലുള്ള സ്വകാര്യത അതല്ലേ? മാഷാ അല്ലാ. അപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖയൊക്കെ ഓർമ്മയിൽ വരാറുണ്ടാ? ഓ വരാറുണ്ട്. നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അത് മതി, അത് കേട്ടാ മതി കേട്ടാ. എന്റെ മോളെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാവും കേട്ടോ. മോളെ വീട് പൂർത്തിയാവും. മോളെ ഏറ്റവും വലിയ ആഗ്രഹമായ ഉംറ നിർവഹിക്കുന്ന ആ ഒരു കർമ്മം എത്രയും പെട്ടെന്ന് പൂർത്തിയാവും കേട്ടോ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയും പെട്ടെന്ന് പൂർത്തിയാവും കേട്ടോ. മോക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യത്തിലും എന്നെ വിളിക്കണം കേട്ടോ. ഫോണിൽ കൂടിയല്ലേ സംസാരിച്ചിട്ട് ഇന്നലെ ആദ്യമായിട്ട് കാണുന്നേ അല്ലേ? ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കല്ലേ ചെയ്യാറ്? ഇന്ന് ആദ്യമായിട്ട് കണ്ട് സന്തോഷായി. ഇനി എന്തിനും എന്നെ വിളിക്കൂലേ? അസ്സലാമു അലൈക്കും. ഇതെന്റെ പൊന്നുമോള് ഫാത്തിമ അസ്ന, കോഴിക്കോട് കൊളത്തറച്ചുങ്കം ാണ് താമസിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പേ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് മിംസ് ആശുപത്രിയുടെ അടുക്കൽ ഒരു ബിൽഡിങ്ങിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ട്, അത് കേട്ട്, അതറിഞ്ഞ് ഒരുപാട് ആളുകൾ സഹായ ഹസ്തവുമായി വലിയ രീതിയിലുള്ള സഹായം നൽകാനുള്ള ഒരു മനസ്സുമായി മുന്നോട്ട് വന്നിരുന്നു. ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു ആ മനുഷ്യൻ്റെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ. ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ, ആ ഉപ്പുപ്പയുടെ കൊച്ചു മോളയിൽ ഇന്നെന്നെ കാണാൻ ഞാൻ കോഴിക്കോട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ ഓടി വന്നതാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു. മോളെ ഈ ചിരി കണ്ടാൽ പോലെ മോളെ ഈ ചിരി കണ്ടാൽ പോലെ എന്നും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യൂലേ? എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യൂലേ? 7 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു മകളിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്.